എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മെഡിസിൻ വീട്ടിൽ വെക്കുന്ന എങ്ങനെയാണ്. മെഡിസിന് വീട്ടിൽ ഏതെല്ലാം ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മോശങ്ങളും നല്ലതും. ഞാൻ പല വീട്ടിലും കാണാറുണ്ട്, ഓരോ റൂമിൻ്റെ അകത്തും മെഡിസിൻ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലും ഡ്രോവറിലും വെക്കുന്ന സാധാരണ എല്ലാ വീട്ടിലും കാണാറുണ്ട്. ഈ വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക്. വീട്ടിലെല്ലാ വീട്ടിലത്തെ അംഗങ്ങൾക്കും സുഖേട് ഉണ്ടാകാറുണ്ട്. ആ അംഗങ്ങൾ വീട്ടിൽ കിടക്കുന്ന റൂമിലാണ് മെഡിസിന് സാധാരണ വെക്കാറ് പതിവ്. അവരുടെ ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവരുടെ ടേബിളിൻ്റെ ഡ്രോറിൻ്റെ അകത്ത് അങ്ങനെയാണ് മെഡിസിന് കാണപ്പെടാറ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ദോഷം, അതിൻ്റെ നല്ലത് എന്താ, എവിടെയാണ് വെക്കേണ്ട സ്ഥലം, മെഡിസിൻ ഒരു വീട്ടിൽ ഏത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാലാണ് വന്ന രോഗങ്ങൾ ഇല്ലാതെ ആകുന്നതും കുറഞ്ഞു വരുന്നതും ആണ് ഇന്നത്തെ വിഷയം. ഇപ്പം ചില ബെഡ്റൂം സൗത്ത് വെസ്റ്റിലായിരിക്കും, ചില ബെഡ്റൂം സൗത്ത് ഈസ്റ്റിലായിരിക്കും, ചിലവരെ ബെഡ്റൂം നോർത്ത് വെസ്റ്റിലായിരിക്കും, ചിലവരെ നോർത്തിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് മെഡിസിൻ എവിടെ വെക്കണം എന്നാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ പോകുന്നത്. വാസ്തുപരമായിട്ട് നോക്കാമെങ്കിൽ മെഡിസിൻ രണ്ട് പ്ലേസിൽ മാത്രമാണ് വെക്കേണ്ട സ്ഥാനം പറഞ്ഞിരിക്കുന്നത് വാസ്തു സയൻസിൽ. ഒന്ന് വെസ്റ്റിൽ, വെസ്റ്റ് 4 W4 എന്ന സ്ഥാനത്താണ് ഫസ്റ്റ് നമ്പർ മെഡിസിൻ വെക്കേണ്ട സ്ഥാനം. സെക്കൻഡ് നമ്പർ നോർത്ത് ഈസ്റ്റിലാണ് സെക്കൻഡ് നമ്പർ മെഡിസിൻ വെക്കുന്ന സ്ഥാനം. ബാക്കി ഒരു ദിശയിലും മെഡിസിനോ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ വെക്കാൻ ഡോക്ടറെ സ്ലിപ്പ്, ഡോക്ടറെ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് ഇതൊന്നും വെക്കേണ്ട സ്ഥാനം വേറെ എങ്ങും ഇല്ല. വാസ്തുപരമായിട്ട് ആകെ രണ്ട് സ്ഥാനം. അപ്പോൾ നിങ്ങളിപ്പം സൗത്ത് ഈസ്റ്റിൽ താമസിക്കുന്ന ബെഡ്റൂമിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവൾ കഴിക്കേണ്ട ഗുളിക അവരുടെ റൂമിലായിരിക്കും അധികം. പക്ഷെ അങ്ങനെ അവരുടെ റൂമിൽ തന്നെ ഗുളിക വെച്ച് അവരുടെ ഡ്രോറിൻ്റെ അകത്ത് തന്നെ ഗുളിക ഉണ്ടായി അവിടെ സൂക്കേട് മാറില്ല. സൂക്കേട് മാറി കഴിഞ്ഞാലും ബാക്കിയുള്ള ഗുളികയും ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ റൂമിലത്തെ, ഒരു പേഷ്യൻറ്റിൻ്റെ റൂമിലത്തെ മെഡിസിൻ ആ പേഷ്യൻറ്റിൻ്റെ റൂമിൽ തന്നെയായിരിക്കും അധികം. പക്ഷെ ആ പേഷ്യൻറ്റിൻ്റെ സൂക്കേട് രോഗം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഡ്രോറിൽ ആ മെഡിസിൻ ബൈ സ്റ്റോക്ക് കാണാറുണ്ട്. അതെടുത്തിട്ട് കളിയാറൊന്നുമില്ല. റിപ്പോർട്ടായിക്കോട്ടെ, മെഡിക്കൽ റിപ്പോർട്ടായിക്കോട്ടെ, എക്സ്റേ അല്ലെങ്കിൽ ഡോക്ടറെ സ്ലിപ്പ്, എന്തായാലും മെഡിസിൻ ആയാലും
അതൊന്നും എടുത്ത് കളയാറില്ല, പതിവില്ല സാധാരണ, പ്രത്യേകിച്ചിട്ട് മലയാളികൾക്ക്. അപ്പോൾ ഇത് ശരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രണ്ടാമതും നിങ്ങൾ അസുഖം വരുത്തേനില്ല പരിപാടിയാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വെക്കുന്നു ആ ദിശയിൽ ഇതിലെ പവർ നിങ്ങൾ വെച്ച സാധനം പിന്നെയും ജനറേറ്റ് ആയ ആ ദിശയിലെ ആ സ്ഥലത്തിലെ എനർജി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാലും പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സൂക്കേട്, വേറെ ഒരു രോഗം വരാനുള്ള സാധ്യത വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു രോഗം വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഗുളിക, പഴയ മെഡിസിൻ, അവിടെ മെഡിസിൻ എല്ലാം എടുത്തിട്ട് ഒന്നുകിൽ കളയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഗുളികയാണെങ്കിൽ അത് വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമതും രോഗം വരാതെ നിങ്ങൾക്ക് കെയർ ചെയ്യാം. ഇനി ഈ രണ്ട് സ്ഥാനം ഏതെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് സ്ഥാനം എന്ന് പറയുന്നത്, ഒന്ന് നോർത്ത് ഈസ്റ്റിലാണ് മെഡിസിൻ വെക്കേണ്ട സ്ഥാനം. ഇപ്പോൾ ഒരു വീട്ടിൽ 2-3 പേര് രോഗമുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ വ്യക്തി നോർത്ത് ഈസ്റ്റിലത്തെ ഡ്രോറ് നോർത്ത് ഈസ്റ്റിൽ വെച്ച് റാക്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ വെച്ച ഡ്രോറ് തുറന്നിട്ട് അവിടുന്ന് മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആവാം. ഇപ്പോൾ എണീക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്ന് മെഡിസിന്, ഇന്നത്തെ മെഡിസിൻ ഉണ്ടാവല്ലോ, 1-2 മെഡിസിൻ ഉണ്ടാവല്ലോ, ഉച്ചക്കത്തെ അല്ലെങ്കിൽ വൈകിട്ടത്തെ മെഡിസിൻ ഉണ്ടാവല്ലോ, അതെടുത്തിട്ട് നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, നോ പ്രോബ്ലം. ബാക്കിയില്ല ലോട്ട് ഓഫ് മെഡിസിൻ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ലോട്ട് ഓഫ് മെഡിസിൻ വാങ്ങിച്ചിട്ട് നിങ്ങളെ റൂമിൽ സ്റ്റോർ ചെയ്യുന്നത്, കിടക്കുന്ന റൂമിൽ സ്റ്റോർ ചെയ്യുന്നത് നന്നല്ല. അത് നിങ്ങൾക്ക് പിന്നെയും ഈ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിലെ വഴികൾ നിങ്ങൾ തന്നെ തുറന്നു കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ഒരു ചെറിയൊരു സെൽഫ് ഉണ്ടാക്കാം. ചെറിയൊരു സെൽഫ് ചുമൻ്റെ മേലെയോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ഒരു ടേബിള് ഉണ്ടെങ്കിൽ ടേബിളിൻ്റെ ഡ്രോറിൽ വെച്ചാൽ മതി. സെൽഫ് ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ ഡ്രോറിൽ, ഇപ്പോൾ ഒരു വീട്ടിൽ 2-3 പേര് ഉണ്ടെങ്കിൽ ഒരു നീല കളറിലെ ചെറിയ ഡബ്ബ ബോക്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ വല്ല പേര് കുത്തിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ വെക്കാമെങ്കിൽ നിങ്ങളെ വന്ന രോഗം പെട്ടെന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടാൻ വഴിയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വലിയ ആൾക്കാർക്ക് എബവ് 40-50 ഇയേഴ്സ് എബവ് ഉള്ള വ്യക്തികൾക്ക് സാധാരണ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും അസ്തമ ഇങ്ങനത്തെ
ഡെയിലി ഗുളിക ടാബ്ലറ്റ് നിങ്ങൾക്ക് കൈക്കട്ടി വരും ഡെയിലി. അതെങ്ങനെയാണ് ഈ രോഗം നമുക്ക് നീക്കാൻ പറ്റും? നിങ്ങളെ കറക്റ്റായിട്ട് ഒരു മെഡിസിൻ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഗുളികയും ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ഒരു 3 ഗുളികയോ അല്ലെങ്കിൽ 2 ഗുളികയോ നിങ്ങൾ ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ യഥാർത്ഥ സ്ഥാനത്ത് വെക്കാമെങ്കിൽ അത് 2 ഗുളികേൻ്റെ ഒന്നായി തീരും. പിന്നെ 1 0 ആയിട്ട് തീരുന്ന നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്ഥാനം പറയുന്നത് വെസ്റ്റ് 4 നമ്പറിലാണ്. ആ 4 നമ്പർ വെസ്റ്റിൽ നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് 4 എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ ഒരു വൈറ്റ് ഡബ്ബയിൽ വൈറ്റ് പൊതിയിലോ അല്ലെങ്കിൽ വൈറ്റ് ബോക്സിൽ നിങ്ങൾ മെഡിസിൻ അവിടെ വെക്കാമെങ്കിൽ നിങ്ങൾ ഡയബറ്റീസിൻ്റെ ഗുളികയോ പ്രഷറിൻ്റെ ഗുളികയോ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന കണ്ടിന്യൂസ് കഴിക്കുന്ന ഗുളിക അത് കുറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെല്ലെ അത് 1-2 ദിവസം കൊണ്ട് അല്ല, മെല്ലെ കുറഞ്ഞ് കിട്ടുന്ന. സാധാരണ കുറയാറില്ല, സാധാരണ കൂടാവുള്ളൂ. 1 2 2 3 3 4 ഇങ്ങനെ കൂടാറുള്ളൂ. ഇത് നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്ന നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വെസ്റ്റിൽ വെക്കാമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഈ ചെറിയ അസുഖങ്ങളെല്ലാം വരുന്നത് ഇമ്മ്യൂണിറ്റി പ്രോബ്ലമിൽ വരുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ ടാബ്ലറ്റ് എല്ലാം നോർത്ത് ഈസ്റ്റിൽ വെക്കാമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് രോഗങ്ങൾ, പനി, ജലദോഷം, തലവേദന, മൈഗ്രെയിൻ്റെ പ്രോബ്ലം, ചെറിയ ആക്സിഡൻറ്റ്, ഈ വക കാര്യങ്ങൾ ഇല്ല, ആസിഡിറ്റി, ഇങ്ങനത്തെ പല രോഗങ്ങളില്ല വ്യക്തികൾ വെക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ്. നോർത്ത് ഈസ്റ്റിൽ നമുക്ക് ടോണിക്ക്, വിറ്റാമിൻ ടാബ്ലറ്റ് ഇതെല്ലാം നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ വെക്കാമെങ്കിൽ വളരെ അതിൻ്റെ നല്ല എഫക്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ റിപ്പോർട്ട്, ഡോക്ടർ റിപ്പോർട്ട്, എക്സ്റേ, ഈ വക ഫയൽസ് ഞാൻ പറഞ്ഞ മാതിരി വെസ്റ്റ് 4 വെക്കാമെങ്കിൽ ഈ റിപ്പോർട്ടും നിങ്ങൾക്ക് പിന്നീട് കുറഞ്ഞ് 0 ആയി തീരും. റിപ്പോർട്ടിൽ അത് അങ്ങനെ വെച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ സ്റ്റാൻഡ് ബൈ, അതിൻ്റെ ഒരു പ്രയോജനം ഇല്ലാതെ അത് അവിടെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും 0യിൽ. അപ്പോൾ നിങ്ങളത് എല്ലാവരും അത് വീട്ടിൽ ശ്രദ്ധിക്കുക. മെഡിസിൻ ചെറിയ മെഡിസിൻ വെക്കേണ്ട സ്ഥലം പെർഫെക്റ്റായിട്ട് വെക്കാൻ പഠിക്കുക. അതിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, രോഗം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. അധികം രോഗം വരാതെ
നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് ഇതിൽ പറ്റും. ഇനി പറയുന്നത് ഡിസ്പെൻസറീൻ്റെ കാര്യം. ചില വീട്ടിൽ ചില ഡോക്ടർമാർ ഡിസ്പെൻസറി തുടങ്ങാറുണ്ട്. ചെറിയ ഡിസ്പെൻസറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിക്കൽ അവിടെ മെഡിസിന് ഇഷ്ടംമാതിരി മെഡിസിൻ കാണും. ഒരു 3-4 ബക്കറ്റ് വലിയ ബക്കറ്റിൽ മെഡിസിനും അവിടെ ഓർണമെൻറ്റ്സും ഇതെല്ലാം സാധാരണ ഡോക്ടർമാർക്ക് കാണപ്പെടാറുണ്ട്. അപ്പം അവർ വീട്ടിൽ ഒന്നിക്കൽ നോർത്ത് ഈസ്റ്റിൽ അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെറിയതായിട്ടൊരു റൂം മാതിരി കെട്ടി ഡിസ്പെൻസറി അവിടെ തുടങ്ങാമെങ്കിൽ അവർക്ക് അത് ഒരു നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത്, എല്ലാവർക്കും നോർത്ത് ഈസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ സ്പേസ് അവർക്കുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ റൂം മാതിരി കെട്ടി ഡിസ്പെൻസറി അവിടെ തുടങ്ങാമെങ്കിൽ അവർക്ക് നല്ല ബെനിഫിറ്റായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതും ഇല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഇല്ലെങ്കിലും നോർത്ത് വെസ്റ്റ് ബാൽക്കണി ആയാലും അവർക്ക് കുഴപ്പമില്ല. ഷെയ്ഡ് ഇട്ട ബാൽക്കണി ആയാലും വീട്ടിൻ്റെ അവർക്ക് അവിടെ ഇരുന്നിട്ട് ഡിസ്പെൻസറി നടത്താമെങ്കിലും പ്രശ്നം വരുന്നില്ല. നോർത്ത് ഈസ്റ്റിൽ ആയാലും പ്രശ്നം വരുന്നില്ല. പിന്നെ ഇത്രയും മെഡിസിൻ വെക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പെൻസറിക്കാർക്ക് നോർത്ത് വെസ്റ്റിലാണ് ഡിസ്പെൻസറി ഡോക്ടർമാർക്ക് വെക്കാനില്ലേ നല്ലൊരു ദിശ വാസ്തുപരമായിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഈ 2 സ്ഥലമാണ് അവർക്ക് മെച്ചമായ ഒരു സ്ഥലം. പിന്നെ മൂന്നാമത്തെ സ്ഥലം ഡിസ്പെൻസറി ഉണ്ടാക്കാൻ പറ്റിയ മൂന്നാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റിലും പെർഫെക്റ്റ് വെസ്റ്റ് W5 എന്ന് പറയുന്ന സ്ഥലത്ത് ഡിസ്പെൻസറി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് ഡിസ്പെൻസറി നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതിലും പ്രോഫിറ്റ് വിത്ത് ഗെയിൻസ് അവർക്ക് സമ്പാദിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.